بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد كرمنا بني آدم وحملناهم في البر والبحر ورزقناهم من الطيبات وفضلناهم على كثير ممن خلقنا تفضيلا. عن عبد الله بن مسعود رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم: أول ما يقضى بين الناس يوم القيامة في الدماء، أو كما قال عليه الصلاة والسلام. صدق الله العظيم وصدق رسوله النبي الكريم، ونحن على ذلك من الشاهدين والشاكرين، والحمد لله رب العالمين. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളായ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൽപ്പനകളനുസരിച്ച് ജീവിച്ച് ഈമാനോടുകൂടി മരണപ്പെടുന്നതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹക്കായ കാര്യങ്ങൾ പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി തൃപ്തിയിലായി കഴിച്ചുകൂട്ടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിൽ സൃഷ്ടികളിൽ ഏറ്റവും കൂടുതൽ മഹത്വം കൽപ്പിക്കപ്പെട്ടത് മനുഷ്യർക്കാണ്. മനുഷ്യരോളം ആദരിക്കപ്പെടുന്ന മറ്റൊരു സൃഷ്ടിയെ സംബന്ധിച്ച് വളരെ കൂടുതലായി ഖുർആനിൽ പറയുന്നത് കാണാൻ കഴിയില്ല. വലഖദ് കർറംനാ ബനീ ആദം, നാം മനുഷ്യരെ ബഹുമാനിച്ചു, ആദരിച്ചു. മനുഷ്യരെ ആദരിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് അല്ലാഹു തആല മനുഷ്യന്റെ ആദർശം പോലും പറഞ്ഞിട്ടില്ല. മനുഷ്യനെ ആദരിച്ചു എന്നാണ് പറഞ്ഞത്. അതായത് അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ വളരെ ആദരവോടുകൂടി അല്ലാഹു തആല സൃഷ്ടിച്ചവരാണ് മനുഷ്യർ. അല്ലാഹുവിന്റെ ദീനിൽ, അല്ലാഹുവിന്റെ അടുക്കൽ പ്രവാചകന്മാർ കൊണ്ടുവന്ന ദീനിൽ ഭൂമിയുടെ മുകളിൽ ഏറ്റവും വിലയുള്ള സാധനം, ഏറ്റവും വിലയുള്ള സ്വത്ത് മനുഷ്യനാണ്. ഖുർആനിൽ അല്ലാഹു തആല മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്. അമ്മ പറഞ്ഞ വലഖദ് കർറംനാ ബനീ ആദം, മനുഷ്യനെ നാം ആദരിച്ചു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും നാം അവനെ സഞ്ചരിക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. വറസഖനാഹും മിനൽ തയ്യിബാത്ത്, ഏറ്റവും നല്ല ഭക്ഷണം നാം അവനെ റിസ്ക്കായി നൽകി. നമുക്കറിയാം, ജീവജാലങ്ങളൊക്കെ ഭക്ഷിക്കുന്നത് എന്താണ്, മനുഷ്യൻ ഭക്ഷിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. മലക്കുകൾക്ക് ഭക്ഷണം വേണ്ട, അവരുടെ ഭക്ഷണം ഇബാദത്താണ്. ജിന്നുകൾക്ക് ഭക്ഷണം വേണം, അത് ഏറ്റവും താഴ്ന്ന വസ്തുവാണ്. എന്നത് മനുഷ്യൻ ഉപയോഗിക്കുന്ന ജീവികളുടെ കാഷ്ടം, അല്ലെങ്കിൽ മനുഷ്യൻ കഴിച്ചിട്ട് വിട്ടുകളയുന്ന എല്ലുകൾ, ഇതൊക്കെയാണ് ഇതിന്റെ ഭക്ഷണം. മറ്റ് ജന്തു ജീവജാലങ്ങളുടെ ഭക്ഷണമൊക്കെ നമുക്കറിയാം. നമ്മൾ കഴിച്ചു വരുന്ന ഉച്ഛിഷ്ടങ്ങളാണ് അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വൃത്തിയാക്കാനും കൂടിയാണ് അവരുടെ വാർത്തകൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഏറ്റവും നല്ല വസ്തുക്കൾ മുഴുവനും മനുഷ്യന് ഭക്ഷണമായിട്ടുള്ള വാർത്തകൾ. അത് ഭൂമിയിൽ മുളയ്ക്കുന്നതാണെങ്കിലും, സമുദ്രത്തിൽ വാർത്തകൾ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിലും, കരയിൽ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നതാണെങ്കിലും, കരയിൽ ഒരുപാട് ജന്തു ജീവജാലങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചു. എല്ലാം മനുഷ്യന് ഭക്ഷണമായിട്ടല്ല, ഭക്ഷണമായിട്ട് കുറഞ്ഞ വസ്തുക്കളേ ഉള്ളൂ. അതിന്റെ മാംസം തയ്യിബാണ്, പരിശുദ്ധമാണ്. അതുകൊണ്ടാണ് ഏറ്റവും നല്ല ഭക്ഷണം നാം അവന് റിസ്ക്കായി നൽകി. നാം സൃഷ്ടിച്ച അനേകം സൃഷ്ടികളെക്കാൾ മനുഷ്യരെ നാം ശ്രേഷ്ഠരാണ്. മനുഷ്യൻ എന്ന ഒരൊറ്റ നോട്ടത്തിൽ മാത്രം അല്ലാഹു തആല മനുഷ്യന് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അത് മുസ്ലിം ആകട്ടെ, ഹിന്ദു ആകട്ടെ, ആരാകട്ടെ, മനുഷ്യന് അല്ലാഹു വലിയ സ്ഥാനമുണ്ട്. അവനൊരു ആദരവ് അല്ലാഹു നൽകിയിട്ടുണ്ട്. രണ്ടാമത് അല്ലാഹു തആല മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് ഖലഖതുഹു ബിയദയ്യ, അല്ലാഹു അവന്റെ കരം കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടി എന്നാണ് പറഞ്ഞത്.
എന്റെ കരം കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടിയെ അതിന് സാഷ്ടാംഗം ചെയ്യുന്നതിന് നിന്നെ തടഞ്ഞത് എന്താണ് എന്ന് ഇബ്ലീസിനോട് അല്ലാഹു തആല ചോദിക്കുന്നു. അല്ലാഹുവിന്റെ കൈ കൊണ്ട് സൃഷ്ടിച്ച സൃഷ്ടി എന്നാണ് ഖുർആൻ മനുഷ്യരെ പരിചയപ്പെടുത്തുന്നത്. മൂന്നാമതായിട്ട് ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു, എന്റെ ആത്മാവിൽ നിന്നും റൂഹിൽ നിന്നും ഞാൻ ആ മനുഷ്യനിൽ സന്നിവേശിപ്പിച്ചു ഊതി. ഞാൻ മനുഷ്യനെ അവന്റെ സൃഷ്ടിപ്പ് ചൊവ്വാക്കുകയും എന്റെ റൂഹിൽ നിന്ന് ആത്മാവിൽ നിന്ന് അല്ലെങ്കിൽ എന്റെ അടുക്കലുള്ള ആത്മാവിൽ നിന്ന് അതിൽ ഞാൻ ഊതുകയും ചെയ്താൽ മനുഷ്യനിൽ നൽകിയിരിക്കുന്ന റൂഹ് ആത്മാവ് അത് മറ്റു ജീവജാലങ്ങൾക്ക് നൽകിയതുപോലെയല്ല. മനുഷ്യന്റെ ആത്മാവ് പ്രത്യേകമാണ്. അത് അല്ലാഹു തആല അവനിൽ നിന്നും നൽകിയതാണ്. മനുഷ്യന്റെ അതെല്ലാ മനുഷ്യർക്കും ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഉണ്ട് ആത്മാവ്. അല്ലാഹു തആല മനുഷ്യന് അവനിൽ നിന്നും നൽകിയതാണ്. എന്നിട്ട് അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു ഈ മനുഷ്യനെ ആദരിക്കാൻ പറഞ്ഞു. ഞാൻ ഈ മനുഷ്യനെ സൃഷ്ടിച്ച് ചൊവ്വാക്കി എന്റെ റൂഹ് അതിൽ ഊതിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ആ മനുഷ്യനെ ആദരിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യണം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുന്നിൽ, അല്ലെങ്കിൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദിശയാക്കിക്കൊണ്ട് കുതിരയാക്കിക്കൊണ്ട് അല്ലാഹുവിന് സുജൂദ് ചെയ്യണം. ആ സുജൂദിനെ വിസമ്മതിച്ചതാണ് ഇബ്ലീസിനെ ഇബ്ലീസാക്കി മാറ്റിയത്. മലക്കുകൾ അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവൻ എന്തിനാണ് ഈ മനുഷ്യരെ സൃഷ്ടിക്കുന്നത്? أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك. ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുന്ന, രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്ന ഇവരെന്തിനാണ് നീ സൃഷ്ടിക്കുന്നത്? നിനക്ക് നീ തസ്ബീഹ് ചെയ്യാൻ, നിന്നെ ആരാധിക്കാൻ, നിന്നെ വാഴ്ത്താൻ, പുകഴ്ത്താൻ ഞങ്ങളില്ലേ? അല്ലാഹു തആല സ്വന്തമായിട്ട് തന്നെ മനുഷ്യനെ പഠിപ്പിച്ചു. ഒരു മലക്കിന്റെ മാധ്യമമില്ല, ഒരു മീഡിയ ഇല്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നേരിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചു. അസ്മാ അക്കുല്ല, എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു. ഭൂമിയിലുണ്ടാകുന്ന എല്ലാ വസ്തുക്കളുടെയും നാമം, അതിന്റെ പേരുകൾ അല്ലാഹു തആല ആദ്യത്തെ മനുഷ്യനെ പഠിപ്പിച്ചു കൊടുത്തു, നേരിട്ട് പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട, ഒരു നിമിഷം പോലും അല്ലാഹുവിനെതിരെ പ്രവർത്തിക്കാത്ത പരിശുദ്ധരിൽ പരിശുദ്ധരായ മലായിക്കത്തുകളെ വിളിച്ചു നിർത്തിയിട്ട് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവരുടെ മുന്നിൽ അല്ലാഹു തആല പ്രത്യക്ഷപ്പെടുത്തി. فقال أنبئوني بأسماء هؤلاء إن كنتم صادقين. അല്ലാഹു തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്ത വസ്തുവകകളെ കാണിച്ചിട്ട് മലക്കുകളോട് പറഞ്ഞു, ഈ പേരൊക്കെ നിങ്ങൾ എനിക്കെന്ന് പറഞ്ഞതാ. മലക്കുകൾക്ക് അറിയില്ല പറയാൻ. ആദ്യം സുബ്ഹാനക, മലക്കൾ പറഞ്ഞു അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, നീ എന്ത് പഠിപ്പിച്ചു അതല്ലാതെ നമുക്ക് അറിയില്ല. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറ. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വസ്തുക്കളുടെ പേരുകളെല്ലാം മണിമണി പോലെ പറഞ്ഞു. അല്ലാഹു തആല മലക്കളോട് ചോദിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഈ മനുഷ്യന്റെ മഹത്വം എന്താണെന്ന്? മലക്കൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ചു, പടച്ചവനെ ഞങ്ങൾ അറിയാതെ പറഞ്ഞു പോയതാണ്. ഇത്രയും ആദരിച്ച ഒരു സൃഷ്ടിയാണ് മനുഷ്യർ എന്നുള്ളത്. മനുഷ്യൻ എന്ന സൃഷ്ടി അതാരുമാണ്? ഈ മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കുന്ന വില, അല്ലാഹു കൊടുത്തിരിക്കുന്ന, അല്ലാഹുവിന്റെ ദീൻ കൊടുത്തിരിക്കുന്ന മഹത്വം, സ്ഥാനം, അത് ലോകത്ത് മറ്റൊരു ജീവിക്കും അല്ലാഹു നൽകിയിട്ടില്ല. അത്രയും ഉയർന്ന സ്ഥാനം കൊടുത്തു. ആ മനുഷ്യനെ ആദരിക്കാനും ബഹുമാനിക്കാനും അല്ലാഹുവിന്റെ ദീൻ പഠിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രവൃത്തി പദത്തിലൂടെ കാണിച്ചു തന്നു. അതുകൊണ്ട് ഒരു മനുഷ്യൻ എന്ന നിലയിൽ മാത്രം അവൻ ആദരവിന് അർഹനാണ്. ആരുമാകണം, മനുഷ്യൻ എന്ന ഒരു ഹൈത്യത്തിൽ അതിൽ മാത്രം അവൻ ആദരവിന് അർഹനാണ്. മനുഷ്യനവന്റെ ജീവൻ അല്ലാഹു നൽകിയ വില, ഒരിക്കലും അവന്റെ ജീവനെ അവൻ അപകടപ്പെടുത്താൻ പാടില്ല, സ്വന്തമായിട്ട് അപകടപ്പെടുത്താൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ
അവന്റെ ജീവനെ സ്വന്തമായി എടുത്താൽ, അതവനൊരു മലയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടിയിട്ടാണ് അവൻ മരിച്ചതെങ്കിൽ, ആത്മഹത്യ ചെയ്തതെങ്കിൽ, അവൻ നരകത്തിൽ കാലാകാലം അങ്ങനെ സ്വയമായി ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ വിഷം കുടിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ, അവൻ പരലോകത്ത് കാലാകാലം വിഷം കുടിച്ച് അവൻ ആത്മഹത്യ ചെയ്തുകൊണ്ടേയിരിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ തന്റെ കയ്യിലിരുന്ന മൂർച്ചയേറിയ ആയുധം കൊണ്ട് തന്നെ അപായപ്പെടുത്തിയാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ, അവൻ നരകത്തിൽ കാലാകാലം അതേ രീതിയിൽ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹു നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ ജീവൻ, ഈ ശരീരം, അതിനെ സ്വന്തമായി അപായപ്പെടുത്താൻ ഒരു മനുഷ്യനും അള്ളാഹു അനുവാദം കൊടുത്തിട്ടില്ല. അത്രയും വില അള്ളാഹു ഈ ശരീരത്തിൽ നൽകുന്നു. അള്ളാഹു നമ്മളെയും നമ്മുടെ അഹ്ലുകാരെയും എല്ലാ മുഅ്മിനീങ്ങളെയും കാത്തുരക്ഷിക്കുമാറാണ്. അത്രയും വില അള്ളാഹു ഈ ശരീരത്തിന് കൊടുക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെ, ഈ ജീവനെ ഹനിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, മനുഷ്യന്റെ എന്തെങ്കിലും ഭൂമി ലോകത്തുണ്ടാകുന്ന മനുഷ്യനുണ്ടാകുന്ന പ്രയാസങ്ങളുടെ പേരിൽ, ബുദ്ധിമുട്ടുകളുടെ പേരിൽ സ്വന്തം ജീവനെതിരെ പ്രാർത്ഥിക്കാൻ പോലും പാടില്ല, ത്യാഗാൻ പാടില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് അനുവാദമില്ല, ലിമുദ്രിൻ അസാബഹു, നിങ്ങളിൽ ആരും ആഗ്രഹിക്കാൻ പാടില്ല, ലിമുദ്രിൻ അസാബഹു, അവന് പിടിപെട്ട ഏതെങ്കിലും ഒരു പ്രയാസത്തിന്റെ പേരിൽ മരണത്തെ അവൻ ആഗ്രഹിക്കാൻ പാടില്ല, മരണത്തെ കൊതിക്കാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും അങ്ങ് മരിച്ചാൽ മതി എന്ന മോഹം. ഒരു മനുഷ്യൻ നന്മയുടെ ഭാഗത്ത് മരിക്കാൻ ആഗ്രഹിക്കുന്നത് വേറൊന്നാണ്. ശരീരത്തിലുണ്ടായ ഏതെങ്കിലും പ്രയാസങ്ങളുടെ പേരിൽ, ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുടെ പേരിൽ ഒരു മനുഷ്യനും മരണത്തെ കൊതിക്കാൻ പാടില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് തീരെ സാധിക്കുന്നില്ല എങ്കിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ ദുആ ചെയ്യാം, ഇങ്ങനെ പ്രാർത്ഥിക്കാം: അല്ലാഹുമ്മ ഇൻ കാനത്തിൽ ഹയാത്തു ഖൈറൻ ലി, അല്ലാഹുവേ, ജീവിതമാണ് എനിക്ക് നന്മയെങ്കിൽ നീ എന്നെ ജീവിപ്പിക്കണം. അത്രയും പ്രയാസത്തിൽ ഒരു മനുഷ്യനെത്തി, അവന് മുന്നോട്ട് ഒട്ടും പോകാൻ കഴിയുന്നില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ എത്തിയാൽ ഒരു മനുഷ്യൻ ഇങ്ങനെ പറയാം: പടച്ചവനെ, ജീവിതമാണ് എനിക്ക് ഹൈറെങ്കിൽ നീ എനിക്ക് ജീവിതം നീട്ടിത്താ. വൈകാലത്തിൽ വഫാത്തു ഹൈറൻ, അതല്ല മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ നീ എന്നെ നിന്നിലേക്ക് വിളിക്കുക എന്ന് ദുആ ചെയ്യാം. അതല്ലാതെ ഒരു മനുഷ്യനും അവന്റെ ശരീരത്തിനെതിൽ കേടായിട്ട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ജീവനെ ഹനിക്കാൻ പാടില്ല, ഒരു മനുഷ്യന്റെ രക്തത്തിന്റെ മേൽ കൈവെക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഭാഷണം എന്ന് ഹദീസ് കിതാബുകൾ പരിചയപ്പെടുത്തുന്ന ആ ഖുതുബത്തുൽ വദാ, വിടവാങ്ങൽ പ്രഭാഷണം, ലോക ജനതയോട്, ഖിയാമത്ത് നാൾ വരെ വരുന്ന മനുഷ്യനോട് സംസാരിച്ചു തുടങ്ങുന്ന ആദ്യത്തെ അഹ്കാം, ആദ്യത്തെ ഹുക്മ്, ആദ്യത്തെ വിധി മനുഷ്യന്റെ ജീവനുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാളക്കും ഹറാമുൻ അലൈക്കും, നിങ്ങളുടെ രക്തം അത് പവിത്രമാണ്, അതിന് കോട്ടം വരുത്താൻ പാടില്ല. നിങ്ങളുടെ ജീവൻ അത് പവിത്രമാണ്, അതിൽ തകരാറ് വരുത്താൻ പാടില്ല. നിങ്ങളുടെ ധനം, ഓരോ മനുഷ്യന്റെയും ധനം അത് പവിത്രമാണ്, അത് അനർഹമായി കൈക്കലാക്കാൻ പാടില്ല. ഓരോ മനുഷ്യന്റെയും അഭിമാനം അത് പവിത്രമാണ്, അതിന് കോട്ടം വരുത്താൻ പാടില്ല. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുതുബത്തുൽ വദാഇലെ ആദ്യത്തെ സംസാരം, ആദ്യത്തെ വിഷയം തന്നെ ഇതാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല പറഞ്ഞു: മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ, ഒരു മനുഷ്യൻ അനർഹമായിട്ട് ആരെങ്കിലും ഒരാളെ വധിച്ചാൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചതിന് തുല്യമാണ്. ഒരു മനുഷ്യൻ ആർക്കെങ്കിലും ജീവൻ നൽകിയാൽ, ജീവൻ അപായപ്പെട്ടു പോകുന്ന സ്ഥലത്ത് നിന്നും അവനെ രക്ഷപ്പെടുത്തി അവന് ജീവൻ കൊടുത്താൽ അവൻ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവൻ നൽകിയവനെ പോലെയാണ്. അതുകൊണ്ടൊരു മനുഷ്യൻ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ പരലോകത്ത് ഏറ്റവും കടുപ്പമുള്ളത്, അള്ളാഹുവിന്റെ ഭാഗത്തിൽ ഏറ്റവും കോപമുള്ളത്
അനർഹമായിട്ടൊരു മനുഷ്യനെ അവന്റെ രക്തത്തിന് കൊട്ടം വരുത്തുക എന്നതാണ്, അവനെ വധിക്കുക എന്നത്. മഹാന്മാരായ ഇമാമിങ്ങൾ എഴുതി, ഏതൊരു മനുഷ്യനെ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുമായി ബന്ധമുണ്ടോ, ആ മനുഷ്യന്റെ ഹൃദയത്തിൽ മനുഷ്യന്റെ വിലയുണ്ടാകും, അതിന്റെ ഖീമത്ത്, അതിന്റെ മൂല്യം ഉണ്ടാകും. ആരുടെ ഹൃദയത്തിൽ പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായിട്ടുള്ള തങ്ങളുടെ ഹദീസുമായിട്ടുള്ള ബന്ധമില്ലയോ, അവന്റെ ജഹാലത്ത് അവന്റെ മനസ്സിൽ മനുഷ്യനോടുള്ള മഹത്വത്തെ മനസ്സിലാക്കുന്നതിൽ നിന്നും അകറ്റിക്കളയും. പരിശുദ്ധ ഖുർആനിൽ കാലാകാലം മനുഷ്യൻ നരകത്തിൽ കിടക്കുന്ന ശിക്ഷകളെ കുറിച്ച്, കുറ്റങ്ങളെ കുറിച്ച് പറയുന്ന രണ്ടാമത്തെ ഒരു കുറ്റം നമുക്കറിയാം, അനർഹമായി കൊലപാതകം ചെയ്യുക എന്നുള്ളതാണ്. من قتل مؤمنا متعمدا فجزاؤه جهنم خالدا فيها وغضب الله عليه ولعنه وعد له عذابا أليما. ഏതെങ്കിലും ഒരു മുഅ്മിനെ അനർഹമായിട്ട് ഒരാൾ വധിച്ചാൽ അവന്റെ പ്രതിഫലം കാലാകാലം നരകമാണ്. അള്ളാഹുവിന്റെ ഭാഗത്തുള്ള കോപമാണ്, അള്ളാഹുവിന്റെ ഭാഗത്തുള്ള ശാപമാണ്. ശിർക്കൊഴിച്ച് മറ്റൊരു പാപത്തിനും കാലാകാലം നരകം പറഞ്ഞതായിട്ട് ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ ഒരു മനുഷ്യനെ അനർഹമായിട്ട് വധിച്ചാൽ ആ മനുഷ്യന്റെ അതിന്റെ പേരിൽ മാത്രം കാലാകാലം നരകമെന്ന് ഖുർആൻ പറയും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരു നിരപരാധിയെ വധിച്ചു, ആ വധിച്ചവന് നരകത്തിന്റെ സുഗന്ധം ആസ്വദിക്കൽ ഹറാമാണ്. വലൗ കാന കാഫിറൻ, കൊല്ലപ്പെട്ട മനുഷ്യൻ അവിശ്വാസിയാണെങ്കിലും ശരി, കൊല്ലപ്പെട്ട മനുഷ്യൻ അവിശ്വാസിയാണെങ്കിലും ശരി, അനർഹമായിട്ട് ഒരാളെ വധിച്ചാൽ, ഒരു നിരപരാധിയെ വധിച്ചാൽ, ആ കൊന്ന മനുഷ്യനെ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമാണെന്ന് മാത്രമല്ല, നരകം, സ്വർഗം ആ മനുഷ്യന് ഹറാമാണ്, അവൻ നരകവാസിയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം എത്ര വിലയാണ് കൊടുക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിന് മാത്രമല്ല, മനുഷ്യന്റെ ജീവന് മാത്രമല്ല, മനുഷ്യന്റെ ബോഡിക്ക് പോലും ഇസ്ലാം എന്ത് വിലയാണ് കൊടുക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, അന്നത്തെ ജാഹിലിയ്യത്തിൽ സ്വാഭാവികമായും യുദ്ധങ്ങളും ഏറ്റുമുട്ടലുകളും ഒക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ആ ബോഡിയെ, മനുഷ്യന്റെ ശരീരത്തെ വികൃതമാക്കുകയും അതിനെ കരിച്ചു കളയുകയും അതിനെ തസ്രീസ്, അംഗച്ഛേദം വരുത്തുകയും ഒക്കെ ചെയ്യുന്ന ക്രൂരമായ നിലപാടുകൾ ഉണ്ടായി. അനിവാര്യമായ ഘട്ടങ്ങളിൽ അത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾ നടന്ന സന്ദർഭത്തിൽ പോലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും ഒരു ശവശരീരത്തെയും വികൃതമാക്കരുത്, അതിനകത്ത് ന്യൂനതകൾ വരുത്തരുത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾ വന്നിട്ട് അവർ മദീനയിലേക്ക് വന്ന് ആക്രമിച്ച് ഏറ്റുമുട്ടി ആ മദീനയിൽ വെച്ച് മരണപ്പെട്ട ശത്രുക്കളുടെ ജഡം, ഡെഡ് ബോഡി വിട്ടു തരണമെന്ന് പറഞ്ഞപ്പോ അവർ അതിനുവേണ്ടി ഒരു വലിയ തുക പാരിതോഷികമായി നൽകാമെന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പാരിതോഷികവും വേണ്ട, അവരുടെ ജനാസ മാന്യമായി അവർക്ക് വിട്ടുകൊടുത്തേക്കുക. അത് മനുഷ്യനോടുള്ള ഇസ്ലാമിന്റെ ഒരു മഹാത്മ്യമാണ്. മനുഷ്യൻ അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു മഹത്വത്തെ ഇസ്ലാം ബോധ്യപ്പെടുത്തുന്നതാണ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഹൂദിയുടെ ജനാസ പോയപ്പോൾ തന്നെ എഴുന്നേറ്റ് വന്നു. അതൊരു ജൂതന്റെ ജനാസയാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഒരു മനുഷ്യനല്ലേ അത്? ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, അതൊരു മനുഷ്യനല്ലേ? മനുഷ്യന്റെ ശരീരത്തിനോട്, അവന്റെ ജനാസയോട്, അവന്റെ മൃതദേഹത്തോട് ഒരാദരവ് ഇസ്ലാമിനുണ്ട്. മനുഷ്യന്റെ ശരീരത്തിന് കേടുപാടുകൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പോലും വളരെ ഗൗരവമായിട്ടാണ് ഇസ്ലാം കണ്ടിട്ടുള്ളത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളുടെ ഒരു സംഘത്തെ യാത്ര അയച്ചു. ആ യാത്രയിൽ വിദൂരമായ ഒരു സ്ഥലത്ത് ആ സംഘത്തിന്റെ അമീർ, അദ്ദേഹത്തിന്റെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു. നമസ്കാരത്തിന്റെ സമയമായി രാത്രി കിടന്നുറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായി സാധാരണ സ്വപ്നസ്കലനം സംഭവിച്ചു പോയി. അങ്ങനെ വന്നാൽ കുളിച്ചിട്ട് നിസ്കരിക്കാൻ പാടുള്ളൂ. ഈ സഹാബി രാവിലെ എഴുന്നേറ്റിട്ട് കൂട്ടുകാരോട് പറഞ്ഞു, ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ട്, സാധാരണഗതിയിൽ ഒരു സംഘത്തിന് ഒരു അമീറിനെ നിയോഗിച്ചാൽ അദ്ദേഹം ആയിരിക്കും അവർ ഇമാമായിട്ട് നിസ്കരിക്കുക, അപ്പൊ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? തയമ്മുമിന്റെ ആ നിയമങ്ങളെ സംബന്ധിച്ച് കൂടുതൽ അവർക്ക് ഗ്രാഹ്യമില്ല. എന്നാലും ആ സഹാബി പറഞ്ഞു, ഞാൻ മണ്ണിൽ
കിടന്നുരുളുകയോ മണ്ണുകൊണ്ട് അടിച്ചോ വൃത്തിയാക്കിയിട്ട് നമസ്കരിക്കാം. പക്ഷെ കൂട്ടുകാർ സമ്മതിച്ചില്ല, അത് പറ്റൂല എന്ന് പറഞ്ഞു. അവസാനം അദ്ദേഹം വെള്ളം ഉപയോഗിച്ചു. ആ വെള്ളം തലയിൽ വീണു. അദ്ദേഹത്തിന്റെ മുറിവ് ഇൻഫെക്ഷനായി. ആ യാത്രയിൽ തന്നെ രോഗിയായി അദ്ദേഹം മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നപ്പോ ഈ സംഭവം കേട്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു, അള്ളാഹു നിങ്ങൾക്ക് നാശം വരുത്തട്ടെ. ജനങ്ങൾക്ക് അത്രയും ദേഷ്യം വന്നു. നിങ്ങൾ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞു. വിവരക്കേടിന്റെ മരുന്ന് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കലാണ്, കാര്യങ്ങൾ ചോദിച്ചറിയലാണ്. ഒരു മനുഷ്യനെ, മനുഷ്യന്റെ ശരീരത്തെ, മനുഷ്യന്റെ ജീവനെ, അതിന് ഇസ്ലാം കൽപ്പിക്കുന്ന ഒരു വിലയും നിലയുമാണ്. മനുഷ്യന്റെ ജീവനിൽ ഇന്ന് ഒരുപാട് ആൾക്കാർ ചികിത്സിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 40,000 രൂപ 50,000 എവിടെയെങ്കിലും കൊടുത്ത് കുറെ ചികിത്സ പഠിച്ചിട്ടൊന്ന് മനുഷ്യന് ജീവൻ രക്ഷാൻ മരുന്നുകളൊക്കെ നിർത്തിയിട്ട് ചികിത്സിച്ച് അടിച്ചു വീഴുകയാണ് ആൾക്കാർ. അങ്ങനെ അതല്ല ഇസ്ലാമിന്റെ വിലയിലോട്ട് വെക്കുക. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു മനുഷ്യന് ശരീരത്തിൽ ചികിത്സിക്കണമെങ്കിൽ അവൻ നല്ല രീതിയിലുള്ള പാണ്ഡിത്യം ഇല്ല എങ്കിൽ അവൻ വാമിനായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മൻ തതബ്ബബ ഫലം യുഅലം, ഒരു മനുഷ്യൻ ഒരാളെ ചികിത്സിച്ചു, അവൻ ചികിത്സയെ സംബന്ധിച്ച് നന്നായിട്ട് പഠിച്ചയാളാണെന്ന് അറിയപ്പെട്ടിട്ടില്ല എങ്കിൽ ബഹുവ വാമിൻ, ഈ രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൻ ഉത്തരവാദിയാണ്. മനുഷ്യന്റെ ശരീരത്തെ അങ്ങനെ കയറി ചികിത്സിക്കാൻ പാടില്ല. ഈ അക്യുപഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് 50,000 രൂപ കൊടുത്ത് പഠിച്ച എവിടെയൊക്കെ പോയിട്ട് വന്ന് ആൾക്കാർ ചികിത്സിക്കുന്നുണ്ട്. ലൊട്ടിലൊടുത്ത് ചികിത്സയൊക്കെ ചെയ്ത കുഴപ്പമൊന്നുമില്ല. ആഹാരമൊക്കെ നിയന്ത്രിച്ച് വേറെ കുഴപ്പമൊന്നുമില്ലാത്ത ആൾക്കാരുണ്ടല്ലോ, ചെറിയ ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് നടക്കുന്നത്. അവർക്ക് അവരെന്തെങ്കിലും പറഞ്ഞു കൊടുത്ത് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏതെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട രോഗത്തിന്റെ വേണ്ടി മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊട്ടന്മാര് പറയുന്ന കേട്ട് നിർത്തിയിട്ട് അടിച്ചു വീണ് അവർ തന്നെ കുറ്റക്കാർ. നമ്മളോട് പറഞ്ഞിട്ട് അങ്ങനെ പൊട്ടനെടുത്ത് പോയി ചികിത്സിക്കാൻ അത് പറഞ്ഞു. എന്നിട്ട് ഇതന്നെ ഇസ്ലാമിന്റെ തലയിലാണ് വെക്കുന്നത്. ഇസ്ലാമിനകത്ത് വന്ന ഇതുമായിട്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറഞ്ഞു, ഇൽമെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യമാണ്. ഇൽമെന്ന് പറയുന്നത് ഒന്ന് ഇൽമുൽ ഫിഖ്ഹിലില്ല അദിയാനി, രണ്ട് ഇൽമുൽ തിബ്ബിലില്ല ബിദാനി. ഒന്ന് ഫിഖ്ഹിന്റെ ഇൽമാണ്, അത് ശരീഅത്തിന്റെ ഇൽമാണ്. ആ ഫിഖ് പഠിച്ച ഒരാൾക്കാണ് ശരീഅത്ത് അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നത്, അതാണ് ഒരു ഇൽമ്. രണ്ടാമത്തത് വൈദ്യശാസ്ത്രമാണ്. ഇത് രണ്ടും ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ഒരു മനുഷ്യന്റെ ശരീരം, അവന്റെ അവസ്ഥകൾ, അതിന്റെ ഘടനകൾ, അതിലുണ്ടാകാവുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ പഠിക്കണം. നമ്മുടെ നാട്ടിലുള്ള ഈ അക്യുപഞ്ചർ എന്ന് പറഞ്ഞ് ഇപ്പൊ ഇറങ്ങിയേക്കുന്ന സാധനം നമ്മുടെ കുറച്ച് ആൾക്കാരായി ഇത് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ അക്യുപഞ്ചറും അല്ല, അതാണ് അതിനൊക്കെ രസം. അക്യുപഞ്ചർ ചികിത്സ എന്ന് പറയുന്നത് ചൈനീസ് ചികിത്സയ്ക്ക് 3 കൊല്ലം വേണം കുറഞ്ഞത്. പിന്നീട് 3 കൊല്ലമുണ്ട് അതിന്റെ മുമ്പോട്ടുള്ള പഠനം. അത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റും ഒന്നും അംഗീകരിച്ചിട്ടില്ല. വെസ്റ്റ് ബംഗാളും മഹാരാഷ്ട്രയിലും മാത്രമേ അത് അംഗീകരിച്ചിട്ടുള്ളൂ. ആ ഒരു ചികിത്സയുടെ പേര് പറഞ്ഞാൽ ഒരു സൂചിയും കുത്തി ജീവരക്ഷാ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് നിർത്തിവെക്കാൻ പറഞ്ഞ് അവർ എത്ര പേരാണ് അപകടപ്പെട്ട് കിടക്കുന്നത്. അങ്ങനെയുള്ള ചികിത്സകളൊന്നും പോയി കുടുങ്ങരുത്. അങ്ങനെ പറ്റിയാൽ നമ്മൾക്ക് തന്നെ കുറ്റം. ഇസ്ലാം അങ്ങനെയൊന്നും ചികിത്സിക്കാൻ പറഞ്ഞിട്ടില്ല. മറുഭാഗത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇത് നമ്മൾ പറയുന്നില്ല. മരുന്നുകൾക്ക് പ്രശ്നമുണ്ട്, പിന്നെ ഡോക്ടർമാർ ചൂഷണം ചെയ്യുന്നുണ്ട്, അതൊക്കെ ശരിയാണ്, 100% ശരിയാണ്. പക്ഷെ അതിനൊരു പരിഹാരം വേണമല്ലോ. നമ്മളിപ്പോ പറയുകയാണ് ഭക്ഷണമെല്ലാം മായം ചേർന്നതാണ്. അരി വാങ്ങിക്കാൻ പറ്റില്ല, ഇറച്ചി വാങ്ങിക്കാൻ കഴിയില്ല, മീൻ വാങ്ങിക്കാൻ കഴിയില്ല, പച്ചക്കറി കഴിയില്ല, പഴം കഴിയില്ല, ബേക്കറി എല്ലാം പ്രശ്നമാണ്. ശരിയാണ്. എന്നോർത്ത് എന്ത് ചെയ്യും? രാവിലെ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങി വാറന്ന് വെച്ച് കാറ്റ് വയറ്റിലേക്ക് കയറ്റി എന്ന് പറഞ്ഞാൽ മതിയാവും. എന്തെങ്കിലും കഴിച്ചല്ലേ പറ്റുള്ളൂ ലോകത്തുള്ളത് എന്ന് പറയുന്നത് ഒരു ചികിത്സാ സമ്പ്രദായം ലോകത്തുണ്ട്. അത് മനുഷ്യൻ അംഗീകരിച്ചൊന്നും പിന്നെ അലോപ്പതിയോ ആയുർവേദമോ ഹോമിയോപ്പതിയോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചികിത്സാ സംവിധാനമുണ്ട്, അതൊക്കെയാണ്. അത് മനുഷ്യൻ ഉപയോഗിക്കുന്നതാണ്. അതിലെന്തെങ്കിലുമൊക്കെ വീഴ്ചകളോ കുറവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. എന്നല്ലാതെ ഇതിനൊരു പരിഹാരമില്ലാതെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ മരുന്ന് നിർത്തുക, അവർ ബോധം കെട്ടി വീഴുക, സ്ട്രോക്ക് വരിക, കണ്ണടിച്ചു പോവുക, ഷുഗറിന് മരുന്ന് കഴിച്ചുകൊണ്ട് പെട്ടെന്ന് നിർത്തുക, അതുപോലെ മൊബൈലിലൂടെ ഫോൺ ചെവിയിലേക്ക് ചേർത്ത് വെച്ചിട്ട് ചികിത്സിക്കുക, ഇങ്ങനത്തെ ഒരു തരം ചികിത്സ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം കൂടെ ഇസ്ലാമിന്റെ നിലയിലോട്ട് പ്രവാചക വൈദ്യം. അങ്ങനെ പ്രവാചകൻ പറഞ്ഞു ചികിത്സിക്കാൻ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ചികിത്സിച്ചു, ഒരാൾ ചികിത്സിച്ചു, രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു, ഇവൻ ചികിത്സയെ കുറിച്ച് കൃത്യമായി പഠിക്കാത്തവനാണെങ്കിൽ
അവൻ അള്ളാഹുവിന്റെ മുന്നിലും ദുനിയാവിലും കുറ്റക്കാരനാണ്. ഇനി ഒരാൾ ചികിത്സ നന്നായി പഠിച്ചയാളാണ്, അയാൾ ചികിത്സിച്ചു, രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു, അതൊരു പക്ഷേ ചികിത്സ പഠിച്ചില്ല അല്ലെങ്കിൽ മരുന്ന് പഠിച്ചില്ല, അതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാവില്ല. അയാൾ പഠിച്ച് ചെയ്തതാണ്, പക്ഷെ ആ മരുന്ന് പഠിച്ചില്ല. അപ്പൊ ഇപ്പുറത്ത് ഇങ്ങനെ പറയുന്നു, അപ്പുറത്ത് ഇങ്ങനെ വലിക്കുന്നില്ല എന്ന് ചോദിക്കും. പിന്നെ അവർ പറയുന്ന വേറെ ഭയങ്കര രസമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാൻ പറയുന്നത്, വീട്ടിലേക്ക് പ്രസവവും ആൾക്കാരും മരണപ്പെടലും ഈ അക്യുപഞ്ചർ ചികിത്സ ഇവിടുന്ന് പണ്ട് വണ്ടിയൊക്കെ വിളിച്ച് കോയമ്പത്തൂർ പോയി ഒരുപാട് പേരുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? അത് തന്നെ. എന്നിട്ട് ഇവര് പറയാം, ഒരു മനുഷ്യന്റെ മരണം അല്ലാഹു നിശ്ചയിച്ചേക്കുന്നതല്ലേ. അപ്പൊ അതാണ് ഇവര് പറഞ്ഞു കൊടുക്കുന്ന ഇസ്ലാമിക വശം. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കും, അതിനെന്തിനാ മരുന്ന് കഴിക്കുന്നത്? അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരിക്കും, ഇതിനെന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്? ഒരാളെ കത്തിയെടുത്താൻ കുത്തിയം കൊന്നിട്ട് അള്ളാഹു നിശ്ചയിച്ച സമയത്ത് മരിച്ചെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞത് കൊല്ലപ്പെട്ടവന് ആയുസത്തിൽ തന്നെ മരിച്ചത്, പക്ഷെ കൊന്നവനെ തിരിച്ചു കൊല്ലപ്പെടണമെന്നില്ലേ? കാലകളെ തിരിച്ചു കൊല്ലപ്പെടും. കൊല്ലപ്പെട്ടവൻ ആയുസത്തിയാണ് മരിച്ചത്. അത് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ കൊല്ലാൻ നടക്കുക. അങ്ങനെ ആരെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ അവനെ തിരിച്ചു കൊല്ലപ്പെടണം. അത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ്, കോടതി ഇടപെടേണ്ട കാര്യമാണ്. അത് ഇസ്ലാം പറയുക. അപ്പൊ ഖദർ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അസ്തിത്വത്തിന് ഒരു പ്രത്യേകത അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. അത് മനുഷ്യാസ്തിത്വത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കത്തതുകൊണ്ടാണ് അവർ പറയുന്നത്. അതെന്താണ്? ഇഖ്തിയാറുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. അതിനുള്ള ബുദ്ധി, കഴിവ്, ശേഷി. ഖുർആൻ അല്ലാഹു തആല മനുഷ്യന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ പറഞ്ഞു, ഭൂമിയിലുള്ളത് മുഴുവനും നിങ്ങൾക്ക് ഞാൻ അധീനപ്പെടുത്തി തന്നു. ഉപരിലോകത്തും ഭൂമിയിലുമുള്ളത് നിങ്ങൾക്ക് നാം കീഴ്പ്പെടുത്തി തന്നു. എന്നിട്ട് അവർ പറയും, ഈ യുക്തിവാദികളായ ആൾക്കാർ കണ്ടുപിടിച്ച ശാസ്ത്രം അനുസരിച്ചാണ് അവർ ചെയ്യുന്നതെന്ന്. ഇതൊക്കെ ഇസ്ലാമിന്റെ അർത്ഥത്തിലാണ് വരുന്നത്. സഹോദരങ്ങളെ, ശാസ്ത്രത്തിന്റെ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ശാസ്ത്രീയ സത്യങ്ങളുണ്ട്, മറ്റൊന്ന് ശാസ്ത്രീയ നിഗമനങ്ങളുണ്ട്. എല്ലാം കണ്ണടച്ചൊന്നും ഇസ്ലാം തള്ളിയിട്ടില്ല. ശാസ്ത്രീയ സത്യങ്ങളില്ലേ? ഞാനിപ്പോ മൈക്ക് വെച്ച് സംസാരിച്ച് നിങ്ങളെങ്ങനെ കേൾക്കുന്നത്? അതൊരു ശാസ്ത്രീയ സത്യമല്ലേ? നമ്മളായിരിക്കുന്ന മൊബൈൽ ഒരു ശാസ്ത്രീയ സത്യമല്ലേ? നമ്മൾ ആകാശത്തൂടെ പറക്കുന്ന ഒരു ശാസ്ത്രീയ സത്യമല്ലേ? നമ്മൾ മോട്ടോർ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്ന ഒരു ശാസ്ത്രീയ സത്യമല്ലേ? ശാസ്ത്രം കണ്ടെത്തിയ സത്യങ്ങളാണത്. അതിനെ അംഗീകരിക്കാത്ത ഏത് മനുഷ്യനോടുള്ളത്? അത് ശാസ്ത്രീയ സത്യമാണ്. അതിനുള്ള ക്വാളിറ്റി നൽകിയാണ് നമ്മളെ അല്ലാഹു തആല സൃഷ്ടിച്ചത്, മനുഷ്യനെ. അതിനുള്ള യോഗ്യത. അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് ഭൂമിയിലുള്ളത് ആകാശത്തുള്ളതൊക്കെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നില്ല എന്ന് പറഞ്ഞാൽ ഇതിനെ ഉപയോഗിക്കാനും അതിനെ ഉപയോഗിച്ച് ലോകത്ത് അത്ഭുതങ്ങൾ നടത്താനുമുള്ള ഒരു ക്വാളിറ്റി ഉള്ള അവസ്ഥയിലാണ് മനുഷ്യനെ അല്ലാഹു തആല സൃഷ്ടിച്ചത്. പിന്നെ ചില കാര്യങ്ങളുണ്ട് ശാസ്ത്രീയ നിഗമനങ്ങളാ, അത് ശരിയായിക്കൊള്ളണമെന്നില്ല. അത് ഇന്നലെ പറഞ്ഞ ഇന്ന് തിരിച്ചു, ഓക്കെ ശരിയാ. ഇന്നലെ പറഞ്ഞ ഇന്ന് തിരുത്തും എന്ന് പറഞ്ഞാൽ നാളെ തിരുത്തും. അതുകൊണ്ട് ഈമാൻ കാര്യമല്ല, ഈമാൻ കാര്യമല്ല. ഒരു പണ്ഡിതന്റെ ഒരു വലിയ കിതാബുണ്ട്, ശാസ്ത്രം ഒരു ദൈവമല്ല, മറിച്ചത് മനുഷ്യന്റെ കണ്ടെത്തലുകളാണ്, നിഗമനങ്ങളാണ്. അതിനകത്ത് വരുന്ന സിദ്ധാന്തങ്ങളിൽ തകരാറ് സംഭവിക്കാം. ചിലപ്പോൾ മനഃപൂർവ്വം തന്നെ അങ്ങനത്തെ സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കിയെന്നിരിക്കാം, അതൊക്കെ ശരിയാണ്. പക്ഷേ മനുഷ്യൻ കണ്ടെത്തിയ ചില ശാസ്ത്രീയ സത്യങ്ങളുണ്ട്, അതിനെ അംഗീകരിച്ചേ പറ്റുള്ളൂ. മനുഷ്യന്റെ ശരീരത്തിൽ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങളിൽ അവന്റെ ജീവൻ നിലനിർത്താൻ പറ്റിയ രീതിയിൽ മനുഷ്യന്റെ സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കണം. പിന്നെ അവിടെ എന്തെങ്കിലുമൊക്കെ ചൂഷണം നടക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കുക എന്നുള്ള മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. മുസ്ലിം ഡോക്ടർമാരുടെ, മുസ്ലിം ഹോസ്പിറ്റൽ നടത്തുന്നവരുടെ, അവരുടെ ബാധ്യത അവരുടെ ആഹ്റവുമായി ബന്ധപ്പെട്ടതാണ്. അതവരുടെ ആഹ്റവുമായി ബന്ധപ്പെട്ട അതെല്ലാ രംഗത്തും, വിദ്യാഭ്യാസ രംഗത്ത് മുഴുവനും ചൂഷണമില്ലേ? അതുകൊണ്ട് കലാലയങ്ങളെല്ലാം അടച്ചിട്ട് പഴയ ആശാമ്പള്ളി കുറിച്ച് പോകാൻ ആരെങ്കിലും പറയുന്നില്ലല്ലോ. അത് അവരുടെ ബാധ്യത. അപ്പൊ ഈ പരിശുദ്ധ ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിനോടൊപ്പം സഞ്ചരിക്കുന്ന മനുഷ്യർ ഏറ്റവും കൂടുതൽ വിലയും മൂല്യവും അല്ലാഹുവിന്റെ ദീൻ നൽകിയിട്ടുണ്ട്. നിരപരാധികളെ വധിക്കുന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ കുറ്റകൃത്യമാണ്. അവൻ നാളെ ആഖിറത്തിൽ കാലാകാലം ശിക്ഷിക്കപ്പെടുമെന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അത് ആരുമായി കൊള്ളട്ടെ. എന്നിട്ട് ഇതെല്ലാം ഇപ്പൊ വരുന്നത് ഏതിന്റെ മുകളിലാണ്? പരിശുദ്ധ ഇസ്ലാമിന്റെ മുകളിൽ. ഏതൊരാൾക്ക് ഇസ്ലാമിനെ അറിയുമോ, ഏതൊരാൾക്ക് ഖുർആനെ അറിയുമോ, ഏതൊരാൾക്ക് പ്രവാചകന്റെ വചനങ്ങൾ അറിയുമോ, അവരുടെ മനസ്സിൽ മനുഷ്യനോട് ഒരു മഹത്വം ഉണ്ടാകും, മനുഷ്യ ശരീരത്തോട് മഹത്വം ഉണ്ടാകും.
സയ്യിദനാ ഉമർ റളിയല്ലാഹു അൻഹു അടുക്കൽ മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, ഇസ്ലാമിന്റെ ഭരണ സംവിധാനം ലോകത്തിന്റെ അഷ്ടദിക്കുകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് സൈന്യങ്ങൾ ധാരാളമുണ്ട്. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് നാവികസേന വേണം എന്ന് പറഞ്ഞാൽ കടലിലൂടെ യാത്ര ചെയ്യുന്ന സേന വേണം. ഉമർ റളിയല്ലാഹു അൻഹു കടൽ വലിയ പിടുത്തമൊന്നുമില്ല, കടൽ അങ്ങനെ സഞ്ചരിച്ചിട്ടില്ല. കടൽ യാത്ര ചെയ്തിട്ടുള്ള ഒരു സഹാബിയെ വിളിച്ചിട്ട് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കടൽ യാത്രയുടെ അവസ്ഥ എന്തൊക്കെയാണ്? അദ്ദേഹം അതിന്റെ ഭയാനകരമായ അവസ്ഥകളൊക്കെ വിവരിച്ചു കൊടുത്തു. ഇന്നത്തെ പോലുള്ള സംവിധാനങ്ങളില്ലല്ലോ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യരെ കൊടച്ചു കൊടുക്കുന്ന പരിപാടിക്ക് നമ്മളില്ല, ഇയാൾ പോവുകയെന്ന് പറഞ്ഞു. ആരെടുത്ത്? ഭയങ്കര വിദഗ്ധനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഇത്രയും വലിയൊരു നവോത്ഥാന നായകനെ ഇസ്ലാമിക ലോകം കണ്ടിട്ടുണ്ടാവില്ല. അത്ര വലിയ വിദഗ്ധനാണ് മുആവിയ റളിയല്ലാഹു അൻഹു. ഭയങ്കര ഭരണ നൈപുണ്യമുള്ള ആളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഹി എഴുതുന്ന കാത്തിബുൽ വഹിയ, നിബിതങ്ങളുടെ ഭാര്യയുടെ സഹോദരനാണ്. ഇസ്ലാമിക ലോകത്തെ ശത്രുക്കളെ നന്നായി കൈകാര്യം ചെയ്ത ആളാണ്. അദ്ദേഹം ദീർഘവീക്ഷണത്തോടാണ് പറഞ്ഞത്. ജാഹിലിയത്തിലും പാഠവും ഉണ്ടായിരുന്നു, അത് ഇസ്ലാമിലും ഉപയോഗിച്ച ആളാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോൾ അത് മനുഷ്യർക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്, പറ്റൂല എന്ന്. പിന്നീട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണാധികാരിയായിരുന്ന സന്ദർഭത്തിൽ വീണ്ടും വന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാവികസേന വേണം മുസ്ലിമീങ്ങൾ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ അവസ്ഥ? അപ്പൊ കടലിന്റെ കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന് കാലത്തിന് കുറച്ചുകൂടെ കഴിഞ്ഞല്ലോ, ആര് അതിനു വേണ്ടി പൂർണ്ണ മനസ്സോടെ സന്നദ്ധരായിട്ടുണ്ട് അവരെ മാത്രം കൂട്ടുക, അല്ലാത്ത ഒരാളെയും പ്രേരിപ്പിച്ച് തഷ്കീൽ ചെയ്ത് കൂട്ടരുത്. കാരണം മനുഷ്യന്റെ ജീവൻ വിലയുള്ളതാണ്. ഒരു ജീവിയുടെ ജീവന് പോലും ഇസ്ലാമിൽ വിലയുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന്റെ ജീവന് വിലയുണ്ടാകില്ലേ? ഒരു സാധാരണ ജീവിയുടെ ജീവൻ ഇസ്ലാം വില കൽപ്പിക്കുന്നെങ്കിൽ മനുഷ്യന്റെ ജീവന് വിലയില്ലേ? സഹോദരങ്ങളെ, നമസ്കരിക്കാൻ സമയമായി ഒരു മനുഷ്യന് ഒന്നു ചെയ്യാനുള്ള വെള്ളവുമുണ്ട്, പക്ഷെ അവൻ രോഗിയാണ്, കടുത്ത രോഗമൊന്നുമില്ല. ഈ തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ അവന്റെ മുഖത്ത് പാട് വീഴുമെന്നുണ്ടെങ്കിൽ അവൻ തേമം ചെയ്താൽ മതി എന്ന് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചില്ലേ? മുഖത്തൊരു പാട് വീഴുന്നതിന് ഒന്നു ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ കിതാബെടുത്ത് നോക്കും, പാഴ്സായ മോശമായ തണുത്ത വെള്ളം ഉപയോഗിച്ചാൽ മുഖത്തപ്പം ഒരു പാട് വീഴും, അല്ലെങ്കിൽ വെള്ളം ഉപയോഗിച്ചാൽ ഒരു കല വീഴും എന്നുണ്ടെങ്കിൽ അവന് തേമം ചെയ്ത് നിസ്കരിക്കാം. ഒന്നു മാത്രമല്ല, വലിയ ശുദ്ധിയിരുന്നു. എത്ര എത്ര സംരക്ഷണമാണ് ഇസ്ലാം മനുഷ്യന്റെ ജീവനും ശരീരത്തിനും ആരോഗ്യത്തിനും നൽകുന്നത്. മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരമായ എന്തെങ്കിലും കാര്യത്തെ ഇസ്ലാം അനുവദിക്കുന്നുണ്ടോ? മനുഷ്യന് ആവശ്യമായ ഏതെങ്കിലും കാര്യങ്ങൾ ഇസ്ലാം നിഷേധിക്കുന്നുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന പരിശുദ്ധമായ റിസ്ക്കും അള്ളാഹു നിങ്ങൾക്ക് അനുവദിച്ചു തന്ന നല്ല അലങ്കാരങ്ങൾ നിങ്ങൾക്കാരാണ് ഹറാമാക്കിയെന്ന് ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അതൊക്കെ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹുവിന്റെ ദീൻ മനുഷ്യനും അവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും വലിയ വില കൽപ്പിക്കുന്നുണ്ട്. ആ വില മുസ്ലിമിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. അത് മനുഷ്യനാരാകട്ടെ ആ വിലയുണ്ടാകണം. ഖുർആനും പരിശുദ്ധമായ ഹദീസുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുന്ന സ്ഥലത്താണ് മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്നത്, വിലയില്ലാതെ വരുന്നത്. സഹോദരങ്ങളെ, മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുന്ന അവസ്ഥ ഈ ലോകത്തുണ്ടായത് അത് പ്രവാചക അധ്യാപനങ്ങളിലൂടെ വന്നതല്ല. അത് ഭൗതികവാദികളുടെ ഭൗതിക പ്രത്യയശാസ്ത്രം ഉണ്ടാക്കിയതാണ്. അവരുടെ മുന്നിൽ മനുഷ്യൻ അതൊരു മൃഗമാണ്, മറ്റു മൃഗങ്ങളെ പോലൊരു മൃഗം. ഭൗതികവാദിക്ക് മനുഷ്യൻ എന്താ? അതെങ്ങനെയാണ് മനുഷ്യനെ നിർവചിച്ചിട്ടുള്ളത്? അതൊരു മൃഗമായിട്ടാണ് നിർവചിച്ചിട്ടുള്ളത്. രണ്ട് കാലമുള്ള മൃഗം. നിങ്ങൾ ഭൗതികവാദികളെ ചോദിച്ചു നോക്കി, അവരുടെ സിദ്ധാന്തം അതാണ് പറയുന്നത്. പക്ഷെ ഇസ്ലാം അങ്ങനല്ല. ഇസ്ലാം ഖലീഫയാണ് മനുഷ്യൻ. ഖലീഫ, ഞാൻ എന്റെ ഖലീഫയായിട്ട് സൃഷ്ടിച്ചതാണ്. എന്റെ കൈ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചതാണ്. എന്റെ റൂഹിൽ നിന്ന് ഞാൻ ഓതിക്കൊടുത്തതാണ്. ഇങ്ങനെ അല്ലാഹു തആല ആദരിച്ചതാണ്. അത്തിമരത്തെ തന്നെ സത്യം, തൂർ പർവ്വതത്തെ തന്നെ സത്യം, ഈ പവിത്രമായ ഈ നിർഭയമുള്ള നാടിനെ തന്നെ സത്യം. ഏറ്റവും നല്ല ഘടനയിലാണ് ഞാൻ മനുഷ്യനെ സൃഷ്ടിച്ചത്. നട്ടല് നിവർത്തി തല ഉയർത്തി ഭൂമിയിലൂടെ നടക്കുന്ന ഒരേ ഒരു വിഭാഗം മനുഷ്യൻ മാത്രമാണ്. ബാക്കിയെല്ലാം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചതാണ്. ഈ മനുഷ്യൻ അല്ലാഹു തആല വലിയ വില കൊടുത്തു. ആ വിലയും നിലയും അതിന്
അള്ളാഹു നൽകിയിരിക്കുന്ന മഹത്വവും ഖദറും ഖീമത്തും ഒക്കെ നമ്മുടെ എല്ലാ ഹൃദയത്തിലുണ്ടാകും. അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ജീവൻ അനിക്കുക, അവന്റെ അഭിമാനത്തിന് കോട്ടം വരുത്തുക, അവന്റെ രക്തത്തിന് കോട്ടം വരുത്തുക, അതിന് നിസ്സാരമായി കാണുക ചെറുതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യനെ വധിക്കുന്നതിന് ഒരാൾ ഒരു വാക്കുകൊണ്ട് സംസാരിച്ചാൽ, സഹായിച്ചാൽ, ആ ഹദീസിൽ അവൻ ആ വാക്ക് പൂർണ്ണമായിട്ട് പറഞ്ഞില്ല. ഉക്കുത്തുൽ എന്ന് പറയുന്നത് ഞാനെ കൊല്ലും, അതിന്റെ പകുതിയെ പറഞ്ഞോളൂ. ഹദീസിൽ അങ്ങനെ ഉണ്ട്, ഉക്കു എന്നേ പറഞ്ഞോളൂ. എന്നാൽ അവൻ നാളെ ആഖിറത്തിൽ വരുമ്പോൾ അവന്റെ നെറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ടാവും, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്നും എന്നേക്കുമായി നിരാശനായി പോയവൻ എന്ന് എഴുതിയിട്ടുണ്ടാവും എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിൽ എഴുതിയിട്ടുണ്ട്. വേറെ ഹദീസിൽ കാണാൻ കഴിയും, ഒരു മനുഷ്യനെ അനർഹമായി വധിച്ചാൽ ഈ കൊല്ലപ്പെട്ട മനുഷ്യൻ അവന്റെ ഒരു കയ്യിൽ ആ മനുഷ്യന്റെ ശിരസും മറ്റേ കയ്യിൽ അവനെ കൊന്ന ഘാതകനെയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുന്നിൽ വന്നിട്ട് പറയും, റബ്ബേ ഇവൻ എന്നെ കൊന്നു, എന്തിനാണെന്ന് നീ ചോദിക്കണമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര ഗൗരവമാണ് മനുഷ്യന്റെ ഇസ്ലാം. ഇത്രയും ഗൗരവം ഇത് ലോകത്ത് ആരിങ്ങനെ ഒരു ഗൗരവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്? ഇന്നൊരു ചെറിയ ശത്രുത വന്നാൽ തന്നെ മനുഷ്യരുടെ ഹൃദയത്തിൽ അവനെ അങ്ങ് തീർത്ത് കളയണമെന്നുള്ളത് അല്ല ഈ ഗുണ്ടകൾ ഗ്രഹിക്കുന്നത്. ചിലപ്പോൾ കുടുംബക്കാരായിരിക്കും, ചിലപ്പോൾ കല്യാണ കേസായിരിക്കും, ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ഒരു വെറുപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ അങ്ങ് തീർക്കുക, എവിടെ പോകും തീർത്തിട്ട്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാകട്ടെ.